നമസ്കാരം. തോറ്റൂല്ലേ? തോറ്റു. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് തോറ്റെന്നുള്ള സന്തോഷം എനിക്കുണ്ട്. സന്തോഷായി, നല്ല സന്തോഷമായി. കാരണം മുമ്പുണ്ടായിരുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വോട്ടുകൾ, ഏകദേശം 7000-ഓളം വോട്ടുകൾ കയറി. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി. അപ്പൊ അത്രയും പേര് നമ്മളുടെ കൂടെ കൂടി എന്നുള്ളതാണ്, നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. അപ്പൊ നമ്മൾ വർക്ക് ചെയ്തതിന് ആ ഒരു റിസൾട്ട് ഉണ്ടായി. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അത്രയും ഏറെ വന്നു. എന്റെ എല്ലാ മാനവും പോയി. ഭയങ്കര വിഷമിക്കലോ പാപ്പിച്ചായ? പാപ്പിച്ചായന് സെക്കൻഡ് ഇല്ലേ? ഇലക്ഷനിൽ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്. അതിലുപരി ഒട്ടും തന്നെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് വരാതിരുന്ന എനിക്ക് ഇതൊരു വലിയ നേട്ടം തന്നെയാണ്. ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? ഇനി സിനിമ സീരിയൽ രംഗത്ത് സജീവമായിട്ട് തിരികെ പോകാനാണോ അല്ല പൊളിറ്റിക്സിൽ നിൽക്കാനാണോ? സുന്ദര, ഇനിയിപ്പോ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. പതുക്കെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി. ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ടിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലടാ. എല്ലാത്തിലും സജീവമായിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇപ്പൊ രാഷ്ട്രീയ ആണെങ്കിലും എല്ലാത്തിലും വളരെ സജീവമായിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. മത്സരിക്കോ? തീർച്ചയായിട്ടും അവസരം കിട്ടിയാൽ അടുത്ത തവണ എന്നല്ല, എപ്പോഴും മത്സരത്തിന് ഞാനുണ്ടാവും. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്. ചിലപ്പോ ഫലിച്ചേക്കും. ചക്ക ജനങ്ങളിലെത്തി. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിൽ ആ ചക്ക കായ്ക്കുന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആശംസകൾ. താങ്ക് യു. താങ്ക് യു.